ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ അതാ നമ്മൾ ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെന്നൈയിലത്തെ വിശേഷങ്ങളായിട്ടുള്ള ഒരു വീഡിയോ ആണിന്ന്. അപ്പോൾ നമ്മൾ ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഇവിടുന്ന് കോളേജിലേക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാശ് കൊടുത്ത റൂമൊക്കെ കിട്ടും. പിന്നെ ഇതിനുള്ളിൽ തന്നെ ചെറിയ പൈസക്കും നമുക്ക് ഡ്രസ്സ് മാറ്റാൻ മാത്രമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഞാനും ഒക്കെ ഡ്രസ്സ് മാറ്റി വന്നിട്ടുണ്ട്. നമ്മൾ രാത്രി ട്രെയിൻ കയറിയതുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് ഇട്ടാണ് കയറിയിട്ടുണ്ടായത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഓരോ ചായ ഒക്കെ കുടിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചായ മാത്രമാണ് കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇനി നമ്മളിവിടുന്ന് നേരെ കോളേജിലേക്കാണ് പോകുന്നത്. അപ്പോൾ കോളേജിലേക്ക് അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ കോളേജിലേക്ക് എത്താറാവുന്ന സമയത്ത് നമുക്ക് അവിടെ എന്തെങ്കിലും അടുത്തുള്ള ഒരു കടയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇവിടുന്ന് പോവാണ് കേട്ടോ. നല്ല മനോഹരമായ സ്ഥലങ്ങളാണ് കേട്ടോ അവിടെ ഉള്ളതൊക്കെ. പിന്നെ ഇവിടെ അടുത്ത് തന്നെ മോനെ കോളേജിൻ്റെ അടുത്തായിട്ട് തന്നെ കടലൊക്കെ ഉണ്ട്. അപ്പോൾ അവന് ഇടയ്ക്ക് ഞായറാഴ്ച ഒക്കെ ബീച്ചിലേക്ക് പോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കൂടുതൽ പരിചയക്കുറവുള്ളത് തന്നെ നമ്മൾ പിന്നെ കൂടുതലായിട്ട് എങ്ങോട്ടും പോകുകയൊന്നും ചെയ്യുന്നില്ല. മോനെ കോളേജിലേക്ക് ആക്കിയിട്ട് പിന്നെ അങ്ങനെ ഭക്ഷണം കഴിച്ച് അങ്ങനെ പോരാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കോളേജിൻ്റെ അടുത്തുള്ളൊരു മലയാളി ഹോട്ടലിൽ കയറിയിട്ട് നല്ല മസാല ദോശയും നെയ് റോസ്റ്റൊക്കെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇക്കാക്ക് ഫുഡ് വേണ്ട പറഞ്ഞു. അപ്പോൾ ഞാനും മോനും കൂടിയിട്ട് പിന്നെ ദോശയൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ കോളേജിന് തൊട്ടടുത്തുള്ള കടയിൽ നമ്മൾ കയറിയത്. ഇനി കോളേജിലേക്കാണ് പോകുന്നത്. അപ്പോൾ ചെന്നൈയിലെ അമറ്റ് എന്ന പേരുള്ള കോളേജിലാണ് കേട്ടോ മോൻ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെയാണ് ഹോസ്റ്റലൊക്കെ ഉള്ളത്. ഈ ഒരു കോളേജിൻ്റെ ഉള്ളിൽ തന്നെയാണ് കുട്ടികൾക്കുള്ള ഹോസ്റ്റലൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ക്ലാസ് തുടങ്ങിയ ടൈമാണ് കേട്ടോ. ആ സമയത്ത് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ക്ലാസ്സിന് പോകുന്ന ഒരു തിരക്കിലായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് മോൻ്റെ ഫ്രണ്ട്സെല്ലാം അവന് കാണുമ്പോൾ അവരുമായിട്ട് സംസാരിക്കുകയോ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇവർ രണ്ടുപേരും നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ മോൻ്റെ കൂട്ടുകാരാണ്, ഹിന്ദിക്കാരാണ് കേട്ടോ. അപ്പോൾ അവരായിട്ട് ഇങ്ങനെ സംസാരിച്ച് പിന്നെ ഇതാണ് മോൻ്റെ ഹോസ്റ്റൽ. അപ്പോൾ കുട്ടികളൊക്കെ ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ കൂട്ടുകാർ ആഷിഫും മറ്റുള്ള കുട്ടികളൊക്കെ ക്ലാസ്സിന് പോയിക്കണം കേട്ടോ. അപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഓഫീസിലൊക്കെ പോയി പ്രിൻസിപ്പളിനൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം മോൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചതിന് ശേഷം ഇവനായിട്ട് ഞങ്ങൾ പുറത്തേക്ക് പിന്നെ ഇവിടെ വന്നതിന് ശേഷം പിന്നെ പുറത്ത് പോകുമ്പോൾ അവിടെ എഴുതി കൊടുക്കണം. അപ്പോൾ അതൊക്കെ എഴുതി കൊടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് അവനായിട്ട് പോകുക കേട്ടോ. കാരണം നമ്മുടെ ട്രെയിൻ രാത്രി 12 മണിയാണ്. അപ്പോൾ അതുവരെ നമുക്കിവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഇക്കാക്ക് മാത്രമായിട്ട് ഇങ്ങനെ കറങ്ങാനും പറ്റില്ല. അപ്പോൾ കോളേജിൻ്റെ അടുത്തുള്ളൊരു മാളിലേക്കാണ് നമ്മൾ ആദ്യം വന്നത് കേട്ടോ. എന്നിട്ട് ഇവിടെ നമ്മൾ ആദ്യം ഒന്ന് സിനിമ കാണാൻ വേണ്ടി കയറി. കാരണം ടൈം ഒരുപാടുള്ളതുകൊണ്ട് ടൈം പോയി കിട്ടും വേണ്ടേ. അപ്പോൾ അതൊക്കെ കാണു കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ ഭക്ഷണം കഴിക്കാനാണ് പോകുന്നത്. അപ്പോൾ 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു മലയാളി ഹോട്ടലിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത് കേട്ടോ.
അപ്പോൾ നമ്മൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഞാനും എനിക്ക് ചിക്കൻ ബിരിയാണി, നോർമൽ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ മോന് ഹൈദരാബാദ് ബിരിയാണി ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. അങ്ങനത്തെ ബിരിയാണിയൊക്കെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് സാലഡൊക്കെ ഉണ്ട്, അച്ചാറും ഒക്കെ ഉണ്ട്. അപ്പോൾ മോൻ്റെ ബിരിയാണി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ അത് വലിയ ഇഷ്ടമായി തോന്നിയില്ല. നല്ല എരിവും ഒക്കെ ഉണ്ട്, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ, കളറൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ നോർമൽ ബിരിയാണി തന്നെയാണ് കേട്ടോ ഇഷ്ടമായിട്ടുണ്ടായത്. അങ്ങനെ ഭക്ഷണത്തിലൊക്കെ കഴിഞ്ഞിട്ട് മോനെ കോളേജിലേക്ക് ആക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വൈകുന്നേരമായി നല്ല മഴയാണ് കേട്ടോ. അതുവരെ നല്ല വെയിലാവും. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മഴയാണ്. അപ്പോൾ മഴക്കാരൊക്കെ അങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മോനെ യാത്ര അയക്കണ ഒരു സമയം അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നീട് ഞാൻ അങ്ങനെ വീഡിയോ നിർത്തിയില്ല. പിന്നെ ആകെ ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒറ്റക്കല്ലേ. അപ്പോൾ അവന് പോയപ്പോൾ വല്ലാത്തൊരു ഇടങ്ങേറ്. അപ്പോൾ പിന്നെ ആ ഒരു മൂഡിൽ ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനി പുതിയൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നത് എല്ലാവരോടും ബൈ.